ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളി ഓടിച്ചാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവാസ്റ്റ് കോപ്പൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് തങ്കമണി സ്പെഷ്യാലിറ്റീസ്, തങ്കമണിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ് തങ്കമണി എന്നത്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 44.62 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 24,389 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. തങ്കമണിക്ക് ഈ പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ പേരായിരുന്നു തങ്കമണി എന്നത്. പണ്ട് കാലത്ത് തോപ്രാൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പെൺമക്കളായിരുന്നു, തങ്കമണി, കാമാക്ഷി, നീലി. അങ്ങനെ ആ 3 പെൺമക്കൾക്കും സ്ത്രീധനമായിട്ട് രാജാവ് ഭൂമിയാണ് കൊടുത്തത്. ആ ഭൂമിയുടെ പേരാണ് പിന്നീട് ഈ തങ്കമണി എന്നായി മാറിയതും. അങ്ങനെ 3 പേർക്കും കൊടുത്ത ആ ഭൂമി, ആ സ്ഥലം പിന്നീട് അവരവരുടെ പേരുകളിൽ അറിയപ്പെട്ടു എന്നതാണ് പ്രത്യേകത. അപ്പോൾ തങ്കമണി, കാമാക്ഷി, നീലി എന്നത് നീലിവയൽ എന്ന പേരിലും അറിയപ്പെടുന്നു. അങ്ങനെ 3 സ്ഥലങ്ങൾ. തങ്കമണി എന്ന് പറയുന്നത് 3 ചെറിയ കുന്നുകളുടെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് തമ്പ്രാൻ കുന്ന്, കാട്ടാടിക്കവല, കുരിശുപാറ എന്നീ 3 ചെറിയ കുന്നുകളുടെ നടുവിലാണ് ഈ ചെറിയ പട്ടണം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം തങ്കമണി. തങ്കമണിയിൽ ഭൂരിഭാഗം ക്രിസ്ത്യൻസ് ആണുള്ളത്. അതായത് ആദ്യ കാലഘട്ടത്തിൽ പാലായിൽ നിന്നും കോട്ടയത്ത് നിന്നുമൊക്കെ കുടിയേറി പാർത്തവരാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ്. പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൃഷിയാണ്. തങ്കമണി വാർത്തകളിൽ നിറയുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു സിനിമ, ദിലീപിൻ്റെ ഒരു സിനിമ വരുന്നു, യഥാർത്ഥ സംഭവത്തെ ആസ്ഥാനമാക്കിയുള്ളൊരു സിനിമ. അതാണ് ഇപ്പോൾ തങ്കമണി വാർത്തകളിൽ നിറയുവാനായിട്ടുള്ള കാരണം. തങ്കമണി എന്നത് 1986 ശേഷമാണ് വല്ലാതെ ഫേമസ് ആയത്. കാരണം 1986 വരെ ആർക്കും അറിയപ്പെടാതിരുന്നൊരു ചെറിയ ഗ്രാമമായിരുന്നു തങ്കമണി. പക്ഷേ 1986 നടന്ന ഒരു ബസ് യാത്രയെ തുടർന്നുണ്ടായ ഒരു സംഭവം പിന്നീട് കേരള രാഷ്ട്രീയത്തെ പോലും ഇളക്കിമറിച്ച് ഒരു മന്ത്രിസഭ തന്നെ താഴെ പോകാനായിട്ടുള്ളൊരു കാരണമായി മാറിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു 1986 ഒക്ടോബർ 21 നടന്ന ആ ബസ് യാത്രയെ തുടർന്നുണ്ടായ ആ ഒരു സംഭവം. അതിനുശേഷമാണ് തങ്കമണി ഫേമസ് ആയത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് തങ്കമണി വാർത്തകളിൽ നിറയുന്നത് ദിലീപിൻ്റെ ആ ഒരു ചിത്രം, അല്ലെങ്കിൽ അന്ന് നടന്ന ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി വീണ്ടും ആ ഒരു സംഭവം സിനിമയാകുമ്പോൾ വീണ്ടും തങ്കമണി വാർത്തകളിൽ നിറയുന്നു. ഇടുക്കിയിലെ 4 പ്രധാനപ്പെട്ട പട്ടണങ്ങളായ തൊടുപുഴ, കട്ടപ്പന, നെടുങ്കണ്ടം, കുമളി എന്നിവിടങ്ങളിൽ നിന്ന് തങ്കമണിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, അതായത് കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 15.6 കിലോമീറ്ററാണ്. നെടുങ്കണ്ടത്ത് നിന്നും തങ്കമണിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 20.8 കിലോമീറ്ററാണ്. തൊടുപുഴയിൽ നിന്നും തങ്കമണിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 62.4 കിലോമീറ്ററാണ്. കുമളിയിൽ നിന്നും തങ്കമണിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 42.2 കിലോമീറ്ററാണ്. ഏറ്റവും അടുത്തുള്ള 2 പട്ടണങ്ങളെന്ന് പറയുന്നത് നെടുങ്കണ്ടവും കട്ടപ്പനയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.